Hi guys, welcome to Varanaries Malayalam YouTube channel. So എൻ്റെ പേര് അതുല്യ. നമ്മൾ ഇന്ന് SSC റെയിൽവേ റീസണിംഗ് സെഷന്റെ ഒരു സ്പീഡ് മോക്ക് സെഷൻ ആണ് പോകുന്നത്. ഇത്രയും നാൾ ചോദിച്ചിട്ടുള്ള CGL CHSL ക്വസ്റ്റ്യൻസിനെ എല്ലാം കൂടെ അക്യുമുലേറ്റ് ചെയ്താണ് നമ്മൾ ഈ ഒരു സീരീസ് പോകുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓരോ ക്വസ്റ്റ്യൻസിനും ഒരു 30 സെക്കൻഡ് ടൈം തരും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. സോ നമ്മളിവിടെ നോക്കിയപ്പോൾ 44, 24, 132 ആണെന്ന് അല്ലേ. സോ ഇവിടെ നോക്കുമ്പോൾ 132 എന്ന് പറഞ്ഞാൽ 12ന്റെ ടേബിളിൽ വരുന്നതാണ് അല്ലേ. 12 × 11 ആണ് 132. സോ എനിക്ക് 11 എന്ന് പറയുന്നത് ഇവിടുന്ന് തന്നെ കിട്ടും. എവിടുന്നാണ്? ഈ 44 എന്ന് പറഞ്ഞാൽ 4 × 11 എന്നാണ് അല്ലേ. ആ ഒരു രീതിയിൽ നമുക്കൊന്ന് ജസ്റ്റ് ചെയ്തു നോക്കാം. 4 × 11 ആണ്. 24 എന്ന് പറയുന്നത് എന്തോ 3 × 8. സോ 44 എന്ന് പറയുന്നത് 4 × 11ഉം 24 എന്ന് പറയുന്നത് 3 × 8ഉം അല്ലേ. സോ നമുക്ക് ഇതിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. എങ്ങനെയാണ്? ദാറ്റ് ഈസ് ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ ഡിവൈഡഡ് ബൈ 8. 8 ഒരു റാൻഡം നമ്പർ ആണ്. ദാറ്റ് ഈസ് ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ ഡിവൈഡ് ബൈ 8 ആണ് എന്ത്? തേർഡ് നമ്പർ ആയിട്ടുള്ള 132 അല്ലേ. സോ ആ രീതിയിൽ വന്നിട്ടുള്ള ഓപ്ഷൻസ് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ ഡിവൈഡ് ബൈ എന്താണ്? 8 വരുന്നത്. സോ നോക്കുമ്പോൾ നമുക്ക് നോക്കി 56 × 26 ഡിവൈഡഡ് ബൈ 8 അല്ലേ. സോ ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ എന്താണ്? 7. 26 × 7 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 182 ആണ്. 182 ആണ് കറക്റ്റ് ആൻസർ. സോ ഇതെന്ന് പറയുന്നത് ഏതാണ്? ഫോർത്ത് ഓപ്ഷൻ ആണ് ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡ് ഡിവൈഡഡ് ബൈ 8 എന്ന് പറഞ്ഞൊരു റാൻഡം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? തേർഡ് നമ്പർ കിട്ടും. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു കോഡിംഗ് ഡീകോഡിംഗ് ക്വസ്റ്റ്യൻ ആണ്. സോ ഒന്ന് ചെയ്തു നോക്കാൻ ശ്രമിക്കാം. സോ ഈ ക്വസ്റ്റ്യൻ നോക്കി. പ്രിന്റർ എന്ന് പറഞ്ഞേക്കുന്ന കോഡ് ചെയ്തേക്കുന്നത് 11, 18 ദെൻ എന്താണ് 11, 18, 18, 14, 7, 5, 9 എന്നാണ് അല്ലേ. സോ നമുക്ക് ആദ്യമേ അതിൻ്റെ കോഡൊന്ന് എഴുതാം. നമുക്ക് പോസ്റ്റൽ വാല്യൂസ് വെച്ച് എന്തെങ്കിലും ഒരു നോക്കാം. ദാറ്റ് ഈസ് പ്രിന്റർ. പ്രിന്റർ എന്ന് പറയുന്നത് ഇത് 16, ദെൻ 18, ദെൻ 9, 14, 25 ആൻഡ് ഇത് എത്രയാണ്? 18 വന്നേക്കുന്നത് അല്ലേ. സോ ഇവിടെ നോക്കിയപ്പോൾ അത് കോഡ് ചെയ്തേക്കുന്നത് ഇതാണ് അതിൻ്റെ പൊസിഷണൽ വാല്യൂസ്. എന്നാൽ കോഡ് ചെയ്തേക്കുന്നത് എന്താണ്? 11, ദെൻ 18, ദെൻ എന്താണ് വീണ്ടും 18, 14, 7, 5 ആൻഡ് 9 എന്നാണ് അല്ലേ. സോ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് ഈ പിയുടെ സ്ഥാനത്ത് നേരത്തെ പൊസിഷണൽ വാല്യൂ 16 ആയിരുന്നു. ഇപ്പം എന്താണ് കിടക്കുന്നത്? 11 ആണ് അല്ലേ. സോ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഓപ്പോസിറ്റ് അല്ലേ. ഓപ്പോസിറ്റിന്റെ പൊസിഷണൽ വാല്യൂ ആണ്. ഓപ്പോസിറ്റ് ലെറ്ററിന്റെ പൊസിഷണൽ വാല്യൂ ആണ് 11 എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് നോക്കുവാണെങ്കിലോ ഇത് സെയിം തന്നെയാണല്ലേ വന്നേക്കുന്നത്. സെയിം ആയിട്ട് തന്നെ വന്നേക്കുന്നു. അടുത്ത നോക്കുവാണെങ്കിൽ വീണ്ടും ഓപ്പോസിറ്റ്, ദെൻ വീണ്ടും സെയിം തന്നെ, ഓപ്പോസിറ്റ്, സെയിം ആൻഡ് വീണ്ടും എന്താണ്? ഓപ്പോസിറ്റ്. ഈ ഒരു രീതിയിലാണ് വന്നേക്കുന്നത്. വെച്ചാൽ ഓൾട്ടർനേറ്റ് ആയിട്ട് ഓപ്പോസിറ്റ് സെയിം ആ ഒരു രീതിയിൽ വന്നേക്കാണ്. സോ നമുക്ക് അടുത്തത് നോക്കുവാണെങ്കിലും ലോജിക് എന്ന് പറയുന്നത് നമുക്ക് ജസ്റ്റ് ഫസ്റ്റ് ഡിജിറ്റ് മാത്രം എടുത്ത് നോക്കാം. എൽ എന്ന് പറയുന്നത് എന്താണ്? 12 ആണല്ലേ. 12ന്റെ ഓപ്പോസിറ്റ് അല്ലേ 15. സോ ഈ ഒരു കണ്ടീഷനാണ് ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. എന്നാൽ ടെർമിനേറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും കോഡ് ചെയ്തേക്കുന്നത് അല്ലേ. ടെർമിനേറ്റ്, TERMINATE, ടെർമിനേറ്റ്. ടെർമിനേറ്റ് എന്ന് പറഞ്ഞത് എങ്ങനെയാണ് കോഡ് ചെയ്തേക്കുന്നതാണ്. സോ ഇവിടെ നോക്കുവാണെങ്കിൽ ഇത് 20, 5, 18, 13, 9, 20 ആൻഡ് 5 എന്നാണ് അല്ലേ. സോ ഇത് എന്താണ് കോഡ് ചെയ്തേക്കുന്നത്? നമ്മൾ ഓപ്പോസിറ്റ് എടുക്കുവാണെങ്കിൽ ഇവിടെ 7 വരും. ഇവിടെ സെയിം തന്നെയാണ് 5. ദെൻ ഇവിടെയും
ഓപ്പോസിറ്റ് തന്നെയാണ് അല്ലേ. അപ്പം എന്താണ് 9. ദെൻ ഇവിടെ വീണ്ടും സെയിം തന്നെ, ദറ്റ് ഈസ് എത്രയാണ് 13. ഇവിടെ വീണ്ടും ഓപ്പോസിറ്റ് തന്നെ, ഓപ്പോസിറ്റ് എത്രയാണ് ദറ്റ് ഈസ് 18. സെയിം തന്നെ 20. ആൻഡ് ഇതെന്താണ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള എത്രയാണ് 22. സോ ഈ ഒരു രീതിയിൽ വന്നപ്പോൾ 7, 5, 9, 7, 5, 9, 13, 18, 20 ആൻഡ് 22. ഓപ്ഷൻ 1 ആണ് എന്ത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഏതാണ് ഓപ്ഷൻ 1 ആണല്ലേ. സോ നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതിലെ ഏതാണ് ഇത് എന്താണ് സെലക്ട് ദ കറക്റ്റ് ആയിട്ടുള്ള മാത്തമെറ്റിക്കൽ സയൻസുകൾ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഒരു ഓപ്ഷൻ മിസ്റ്റേക്ക് ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഇൻറ്റു പ്ലസ് മൈനസ് ഡിവൈഡ് ആൻഡ് ഈക്വൽ ടു ആൻഡ് ഇൻറ്റു minus plus 11 equal to then into plus divide into equal to and minus plus into equal to ഒരു രീതിയിലാണ് വന്നത്. സോ ഈ ഒരു രീതിയിലാണ് വന്നേക്കുന്നത്. സോ ഒരു 30 സെക്കൻഡ് ടൈം തരാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കൂ. സോ ഇവിടെ ചെയ്യുവാണെങ്കിൽ എന്താണ് ഇൻറ്റു പ്ലസ് ഈ ഒരു ഇതിലാണ് പോയേക്കുന്നത്. സോ നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ തന്നെ ഒന്ന് ഇട്ട് നോക്കാം. കാരണം 133ഉം 19 വന്നേക്കുന്നു. ഇവിടെ മൈനസ് പോയാൽ പോലും 130നോട് അടുത്ത് വരത്തില്ല. ബട്ട് 19ന്റെ ടേബിളിൽ വരുന്നതാണ് എന്ത് 133 എന്ന് പറഞ്ഞത്. സോ ഞാൻ ഇവിടെ ഡിവൈഡ് ഒന്ന് വെച്ച് നോക്കിയാണ്. ദർ ഇസ് 14. ഫസ്റ്റ് ഓപ്ഷൻ നോക്കുകയാണ് 14 ഇൻറ്റു 7 മൈനസ് 39 14 ഇൻറ്റു 7 പ്ലസ് 39 മൈനസ് 133 ഡിവൈഡ് ബൈ 19 ഈക്വൽ ടു എത്രയാണ് 130. ഈ ഒരു നമ്മൾ ഇട്ട് നോക്കുകയാണ്. സോ ഇവിടെ ഇടുമ്പോൾ എന്താണ് 14 ഇൻറ്റു 7 എത്രയാണ് 68 പ്ലസ് 39 മൈനസ് ഇത് എത്രയാണ് 7. സോ ഇത് ചെയ്ത് വരുമ്പോൾ എത്രയാണ് നമുക്ക് 130 കിട്ടും. സോ ഇവിടെ നോക്കുവാണെങ്കിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഇൻറ്റു പ്ലസ് മൈനസ് ഡിവൈഡ് ബൈ ആൻഡ് ഈക്വൽ ടു ദാറ്റ് ഈസ് ഓപ്ഷൻ 1 ആണ് എന്ത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് ഹാഷ് എന്ന് പറയുന്നത് എന്താണ് ബ്രദറാണ്. അറ്റ് എന്ന് പറയുന്ന ഡോട്ടർ, ആൻഡ് എന്ന് പറയുന്ന ഹസ്ബൻഡ്, ആൻഡ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ് വൈഫ് എന്നാണ് അല്ലേ. സോ എന്നാൽ W ഹാഷ് Q അറ്റ് T ആൻഡ് Y അറ്റ് M പെർസെൻറ്റേജ് K എന്ന് പറയുന്നത് K എങ്ങനെയാണ് ടിയുമായിട്ട് റിലേറ്റഡ് ചെയ്യുന്നത്. ബ്ലഡ് റിലേഷൻ ക്വസ്റ്റ്യൻ ആണ്, കോഡഡ് ബ്ലഡ് റിലേഷൻ ആണ്. ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കും. സോ ഇവിടെ നോക്കുവാണെങ്കിൽ എന്താണ് ഹാഷ് എന്ന് പറയുന്നത് ഇറ്റ്സ് ബ്രദർ എന്നാണ്. നമുക്കപ്പോൾ ഓരോന്നായിട്ട് എഴുതാം. ഹാഷ് എന്ന് പറയുന്നത് എന്താണ് ഇറ്റ്സ് ബ്രദർ. അറ്റ് എന്താണ് അറ്റ് ഡോട്ടർ ആണ് അല്ലേ, ഡോട്ടർ. ആൻഡ് എന്ന് പറയുന്നത് ഹസ്ബൻഡ്. പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ് വൈഫ് എന്നാണ് അല്ലേ. സോ ഇവിടെ നോക്കുവാണെങ്കിൽ W ഹാഷ് Q എന്ന് വെച്ചാൽ എന്താണ് W ഇസ് ദ ബ്രദർ ഓഫ് Q.
W is the brother of Q at. Q at എന്ന് പറഞ്ഞാൽ Q is the daughter of എന്താണ് T. Tയുടെ ഡോട്ടർ ആണെന്നാണ്. T and Y. T and Y എന്ന് പറഞ്ഞാൽ T is the husband of Y അല്ലേ. Then Y at M. Y at M എന്ന് വെച്ചാൽ Y is the daughter of M. എമ്മിൻ്റെ ഡോട്ടർ ആണ്. M percentage K അല്ലേ. M is the wife of K. ഈ ഒരു രീതിയിലാണ് വരുന്നത്. സോ ഇവിടെ ചോദിച്ചേക്കുന്നത് എന്താണ്, കെ എങ്ങനെയാണ് ടിയുമായിട്ട് റിലേറ്റ് ചെയ്തേക്കുന്നത്. സോ നോക്കുവാണെങ്കിൽ നമുക്കറിയാം വൈയും കെയും തമ്മിലുള്ള റിലേഷൻ എന്താണ്, മോളുടെ ഹസ്ബൻഡ് ആണ് അല്ലേ. കെ എന്ന് പറയുന്നത് ഭാര്യയുടെ എന്താണ് ഫാദർ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു ഫാദർ ഇൻ ലോ അല്ലേ. ഫാദർ ഇൻ ലോ ആയിട്ടാണ് വന്നേക്കുന്നത്. സോ ഇവിടെ എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, ഫാദർ ഇൻ ലോ അല്ലേ. എന്ന് വെച്ചാൽ കെ ആരാണ്, ടിയുടെ ഫാദർ ഇൻ ലോ ആണ്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് വരാൻഡ റേസിൻ്റെ ഒരു 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡാണ്. സോ ഈ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡിൽ ആദ്യം ഒരു ക്ലാസ് സെഷൻ ഉണ്ടാവുന്നതാണ്, ദെൻ ഒരു സർക്കിൾ സെഷൻ, ഒരു എക്സ്ട്രീം സർക്കിൾ, ഒരു സൂപ്പർ ബാച്ച്, ഒരു റിപ്പ് സെഷൻ, ദെൻ ഒരു മോക്ക് ഇൻ്റർവ്യൂ. സോ ക്ലാസ് എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള ക്ലാസ്സുകൾ, നമുക്ക് SSCക്ക് വേണ്ടിയിട്ടുള്ള SSC റെയിൽവേ അങ്ങനെയുള്ള എക്സാംസിന് വേണ്ടിയിട്ടുള്ള ബേസിക് ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞൊരു സർക്കിൾ, ഒരു മെൻ്റർ സപ്പോർട്ടോട് കൂടി നമുക്കൊരു സർക്കിൾ സെഷൻ പോകുന്നതാണ്. ദെൻ ഒരു എക്സ്ട്രീം സർക്കിളും സൂപ്പർ ബാച്ചും എന്ന് പറയുന്നത് നമുക്ക് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് എന്ന് വെച്ചാൽ അടുത്ത് വരുന്ന എക്സാംസിന് വേണ്ടിയിട്ട് നടത്തുന്നതാണ് എക്സ്ട്രീം ബാച്ചും സൂപ്പർ ബാച്ച്, എക്സ്ട്രീം സർക്കിളും സൂപ്പർ ബാച്ച് എന്ന് പറഞ്ഞത്. ദെൻ ഒരു റിപ്പ് സെഷൻ ഉണ്ട്, അത് കഴിഞ്ഞൊരു മോക്ക് ഇൻ്റർവ്യൂ ആണുള്ളത്. സോ ഈ ഒരു 6 ലെവൽസിലൂടെയാണ് നമ്മുടെ ഓരോ സ്റ്റുഡൻസും ഇൻഡിവിജ്വൽ സ്റ്റുഡൻസും കടന്നു പോകുന്നത്. ദെൻ നമുക്ക് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ബാച്ചസ് അവൈലബിൾ ആണ്. ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ബാച്ചസിലേക്ക് ഈ 2 നമ്പേഴ്സിലേക്ക്, അഡ്മിഷൻ ഡീറ്റെയിൽസിന് വേണ്ടി ഈ 2 നമ്പേഴ്സിലേക്കും കോൺടാക്ട് ചെയ്താൽ മതി. സോ നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു നമ്പർ സീരീസ് ആണ്. ഇവിടെ നമ്പർ സീരീസ് നമ്മൾ കൂടുതൽ ഇതാക്കുന്നത് എന്താ വെച്ചാൽ നമുക്ക് റീസണിങ്ങിൽ എപ്പോഴും കുറേ ടൈപ്പ് ഓഫ് എന്താണ് സീരീസ് വരുന്നത് നമ്പർ സീരീസിലാണ്. സോ എപ്പോഴും പല ടൈപ്പ് ഒരു നമ്മളിപ്പോൾ ഒരു CGLൻ്റെ ഒരു എക്സാം എടുത്ത് നോക്കുകയാണെങ്കിൽ, മോക്ക് എക്സാം എടുക്കുക അല്ലെങ്കിൽ നേരത്തെ പ്രീവിയസ് എക്സാംസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് ചോദിച്ചേക്കുന്നതെന്ന് വെച്ചാൽ നമ്പർ സീരീസ്, നമ്പർ പസിൽസുമാണ്. കാരണം അതിലാണ് ട്രിക്കി ആയിട്ടുള്ളത്, നമ്മുടെ എക്സാമിൻ്റെ ഗതി പോലും മാറ്റുന്നുള്ള നല്ല ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാൻ പറ്റുന്നത് നമ്പർ സീരീസിലും നമ്പർ പസിൽസിലും ഒക്കെയാണ്. സോ അതുകൊണ്ടാണ് നമ്മളെപ്പോഴും നമ്മുടെ ഈ ഒരു സ്പീഡ് മോക്കിലാണെങ്കിൽ നമ്പർ സീരീസ് കൂടുതലായിട്ട് ഉൾക്കൊള്ളുന്നത്. കാരണം കുറേ ടൈപ്പ് ഇതിൽ കാണുന്നുണ്ട്. സോ ഇത്രയും നാൾ പോയിട്ടുള്ള സ്പീഡ് മോക്കിൽ നമ്മൾ ഓരോരോ ടൈപ്പുകളായിട്ട് പോയിട്ടുണ്ട്. സോ നമുക്ക് ഇതും കൂടെ നോക്കാം. 18, 29, 42, 59, 78 ആൻഡ് 101 എന്നാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. സോ 18, 29, 42, 59, 78 ആൻഡ് 101 എന്നാണ് അടുത്തടുത്തുള്ള നമ്പേഴ്സ് ആണ്. സോ നമുക്കൊന്ന് ഡിഫറൻസ് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഇവിടെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇത് എത്രയാണ്, ദറ്റ് ഈസ് 11 ആണ് അല്ലേ. ഇവിടെ നോക്കുമ്പോൾ 13 ഡിഫറൻസ് ആണ്. ഇവിടെ നോക്കുവാണെങ്കിലോ 17 ആണ്. സോ ഇപ്പം തന്നെ ഓഡ് നമ്പേഴ്സ് അല്ല, 11, 13 അടുത്ത വരേണ്ട 15 ആയിരുന്നു. പക്ഷെ ഇവിടെ 15 അല്ല 17 ആണ് വന്നേക്കുന്നത് അല്ലേ. അത് കഴിഞ്ഞിട്ട് വന്നേക്കുന്നത് എന്താണ് 19, ദെൻ അടുത്ത എന്താണ് 23. അപ്പോൾ അടുത്ത എന്താണ്, ഇറ്റ്സ് പ്രൈം നമ്പേഴ്സിൻ്റെ സീരീസ് ആയിട്ട് പോയേക്കുവാണ്. ഇതൊരു പ്രൈം നമ്പേഴ്സ്, കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ പ്രൈം നമ്പേഴ്സ് ആയിട്ടാണ് പോയേക്കുന്നത്. സോ അടുത്ത പ്രൈം നമ്പർ ഏതാണ്, ഇറ്റ്സ് 29. 29 കൂടെ ആഡ് ചെയ്യുമ്പോൾ 101 പ്ലസ് 29 എന്ന് പറയുന്നത് എത്രയാണ്, 130. സോ 130 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. എത്രയാണ്, 130. സോ നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരു വേർഡ് അനലോജിയാണ് അല്ലേ. കൊയേഴ്സ് എന്ന് പറഞ്ഞാൽ പേഴ്സ്വേഡ് എങ്ങനെയായിട്ട് റിലേറ്റ് ചെയ്യുന്നു, അതേപോലെ ആംഗ്രി എന്ന് പറയുന്നത് ഏതുമായിട്ടാണ് റിലേറ്റ് ചെയ്തതെന്നാണ്. സോ നിങ്ങളൊന്ന് ജസ്റ്റ് ചെയ്ത് നോക്കുക. സോ കൊയേഴ്സ് എന്ന് പറയുന്ന പേഴ്സ്വേഡ് നമുക്ക് അപ്പം എവിടെ എന്ത് കിട്ടും, ഒരു വേർഡ് ഇതാണ് ഇംഗ്ലീഷുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ വൊക്കാബുലറിയുമായിട്ട് റിലേറ്റ് ചെയ്തേക്കുന്നതാണ്. കൊയേഴ്സും പേഴ്സ്വേഡ് എന്ന് പറഞ്ഞാൽ അൺവില്ലിങ് ആയിട്ടുള്ള ഒരാളെ കൊണ്ടിട്ട് ഫോഴ്സ് കൊടുത്ത് എന്ത് ചെയ്യുന്നു, നമ്മൾ
സാധനം അല്ലെങ്കിൽ എന്തെങ്കിലും അറിവ് നേടുന്നു, ആ ഒരു രീതിയിലാണ് ഫോഴ്സ് കൊടുത്ത് നമ്മൾ ഇത് ചെയ്യുന്നു. അപ്പോൾ ആംഗ്രി ഏതുമായിട്ടാണ്? ഇത് രണ്ടും എന്താണ്? ഒരു സിനോണിംസ് ആണ്. കൊയേഴ്സും ആൻഡ് പെർസ്വേഡും എന്താണ്? സിനോണിംസ് ആണ് അല്ലേ? സിനോണിംസ് ആണ്. സോ ഇത് രണ്ടും സിനോണിംസ് ആണ്. എന്നാൽ ആംഗ്രി റിലേറ്റ് ചെയ്തേക്കുന്നത് ഏതുമായിട്ടാണ് ചോദിച്ചേക്കുന്നത്? സോ ആംഗ്രി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് ലൈക്ക് നമുക്ക് ആ ഒരു ഫ്യൂറിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ഫ്യൂറിയസ് ആയിട്ട് ഇതാക്കുന്നത്. നമ്മുടെ സിനോണിം ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ആംഗ്രി എന്താണ്? ഫ്യൂറിയസ് ആയിട്ടുള്ളത് അല്ലേ? ഫ്യൂറിയസ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് ഫ്യൂറിയസ്. സോ കൊയേഴ്സ് ആൻഡ് പെർസ്വേഡ് എന്ന് പറഞ്ഞാൽ സിനോണിം ആണ്. സോ ആംഗ്രിയുടെ സിനോണിം ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഫ്യൂറിയസ്. സോ നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ആൽഫബറ്റിക്കൽ ഓർഡറിൽ നമ്മൾ അറേഞ്ച് ചെയ്യുന്നതാണ്. സോ ഇത് വളരെ എളുപ്പമായിട്ടുള്ള ഒരു ഇതാണ്. ആൽഫബറ്റിക്കൽ ഓർഡറിൽ നമുക്ക് എപ്പോഴും ഓപ്ഷനിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. സോ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. സോ ഇവിടെ വരുന്ന ഏതാണ്? ദാറ്റ് ഈസ് 531642 തന്നെ അല്ലേ? ദാറ്റ് ഈസ് കാലുവസ്. അത് കഴിഞ്ഞിട്ട് എന്താണ്? 3 കാർഡിയാക്. ദെൻ അത് കഴിഞ്ഞ് 1 കാർഡിനൽ. ദെൻ 4 ഇറ്റ്സ് എന്താണ്? ക്യാരറ്റ്. ആൻഡ് ലാസ്റ്റ് കാർട്ടോഗ്രഫി. ഈ ഒരു രീതിയിലാണ് 531642 എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ 4 ആണ് എന്ത് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, ഈ ഒരു ക്വസ്റ്റ്യനോടെ ഈ ഒരു സീരീസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ ഈ ഒരു സീരീസിൽ പോയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് ജസ്റ്റ് ചെയ്ത് നോക്കുക. 30 സെക്കൻഡിനുള്ളിൽ ചെയ്യാൻ പറ്റിയെങ്കിൽ നിങ്ങൾ ആ ഒരു റൈറ്റ് ട്രാക്കിലാണ്. ജസ്റ്റ് അത് കിട്ടിയില്ല എങ്കിൽ എന്താണ് നിങ്ങൾക്ക് പറ്റിയ തെറ്റ് എന്ന് മനസ്സിലാക്കുക, എന്നിട്ട് ചെയ്തു തുടങ്ങാം. സോ 8ാമത്തെ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. സോ ഇവിടെ നോക്കുമ്പോൾ 47 64 55 എന്നാണ് അല്ലേ? 47 64 55. നമ്മൾ നടുക്കത്ത് ആ നമ്പറിനെ ശ്രദ്ധിച്ചപ്പോൾ അതൊരു സ്ക്വയറും ആണ് ക്യൂബും ആണ് അല്ലേ? 64 എന്ന് പറയുന്നത് 8ന്റെ സ്ക്വയറും ആണ്, അതേപോലെ തന്നെ 4ന്റെ ക്യൂബും ആണ്. സോ എന്താണ് ഇവിടെ റിലേഷൻ എന്നൊന്ന് നോക്കണം. സോ നമുക്ക് 8ഓ 4ഓ ഈ ഒരു ഇതിന്ന് 47 64 55 എന്തെങ്കിലും ഒരു ഡിഫറൻസ് 8ഓ അല്ലെങ്കിൽ 4ഓ വരുമെന്ന് നോക്കാം. സോ 47ഉം 55ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? ഇറ്റ്സ് 8 അല്ലേ? 8 ആണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസ്. സോ ഇനി എന്താണ്? ഈ ഡിഫറൻസിന്റെ സ്ക്വയർ എടുത്തേക്കല്ലേ? ഡിഫറൻസിന്റെ സ്ക്വയർ എടുത്തേക്കുമാണ് എന്ത്? 64 എന്ന് പറയുന്നത്. ഇനി അപ്പം നോക്കുക ഇവിടെ ഏതൊക്കെയാണ് ആ ഒരു ഡിഫറൻസ് നോക്കിയിട്ട് ഡിഫറൻസിന്റെ സ്ക്വയർ എടുക്കാൻ പറ്റുന്ന ഇതുണ്ടോ എന്ന് നോക്കാം. സോ ഇവിടെ നോക്കുമ്പോൾ എന്താണ്? 46 49 ആൻഡ് 53. ദാറ്റ് ഈസ് 46ഉം 53യും കൂടെ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 7 ആണ് അല്ലേ? 7ന്റെ സ്ക്വയർ എത്രയാണ്? 49. സോ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ 2. ഇവിടെ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്ത പോലെ ഇവിടെ 55 എന്ന് പറഞ്ഞാൽ 11ന്റെ മൾട്ടിപ്പിൾ ആണ്. പക്ഷെ ഇവിടെ 11ഉമായിട്ട് റിലേറ്റ് ചെയ്യാൻ ഒരു രീതിയിലും പറ്റില്ല. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യനും വേറെ വേറെ രീതിയിലാണ്. ചിലപ്പോൾ സ്ക്വയേഴ്സ് വരാം, ക്യൂബ്സ് വരാം, അല്ലെങ്കിൽ ഡിഫറൻസസിന്റെ എന്തെങ്കിലും ഇതാവാം. സോ എല്ലാം ഓരോ അനലോജിയും അല്ലെങ്കിൽ ഓരോ നമ്പർ അനലോജിയും നമുക്ക് ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. സോ ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. 30 സെക്കൻഡിനുള്ളിൽ തന്നെ കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ ഒരു 8 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒന്നും കൂടെ പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ ഇത്രയും നാൾ പോയിട്ടുള്ള സെഷൻസ് എല്ലാം ഒന്നും കൂടെ എടുത്ത് റിവൈസ് ചെയ്യുക. സോ ദാറ്റ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു കണ്ടന്റ് കിട്ടുന്നതാണ്. അതേപോലെ തന്നെ ഇനി വരുന്ന CPO CGL അതേപോലെ തന്നെ CHSL എല്ലാത്തിൻ്റെയും അക്കാഡമിക് കലണ്ടർ ഔട്ടായിട്ടുണ്ട്. സോ ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇനി വരുന്ന എക്സാംസിന് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ, റീസണിങ്ങിന് ഫുൾ മാർക്ക് നേടാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം. സോ ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു വെരി മച്ച്.